നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും യേശുവിൻ്റെ നാമത്തിലെ വിശ്വാസം. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 16 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോൻ്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ദീപനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. യോഹന്നാനും യാക്കോബും യെരുശലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയതല്ല. അവര് ദൈവമക്കളുമായിട്ട് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത അല്ലെങ്കിൽ യേശുവിനെ കുരിശിച്ച ആളുകളോട് ചേർന്ന് അവർ പ്രാർത്ഥിക്കാൻ പോയതല്ല. ചിലർക്ക് വിചാരിച്ചിരിക്കുന്നത് അവർ യെരുശലേമുമായിട്ടും അല്ലെങ്കിൽ യഹൂദന്മാരുമായിട്ടുള്ള ബന്ധമൊന്നും പൂർണ്ണമായി വിട്ടിരുന്നില്ല, അവര് രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ പോയതാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. അവര് യെരുശലേം ദേവാലയത്തിലെ, അതായത് അതിൻ്റെ തിണ്ണയിൽ, അതിൻ്റെ മണ്ഡപത്തിൽ, ശലോമോൻ്റെ മണ്ഡപം എന്നൊരു ഭാഗമുണ്ട്, അവിടേക്കാണ് അവർ പോയത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് സുന്ദരമെന്ന ദേവാലയ ഗോപുരമുള്ളത്. അവിടെ വെച്ച് ഈ ഉടന്തന് സൗഖ്യം നൽകി. അതിനുശേഷം അവനും അകത്തോട്ട് കടന്നു. ഇവരും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ആളുകൾ അടുത്തുകൂടി. അവര് വളരെ ആശ്ചര്യത്തോടെ, ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ ഭിക്ഷ അയച്ചുകൊണ്ട് വർഷങ്ങളായിട്ടിരുന്ന ആളാണല്ലോ, കാരണം 40 വയസ്സുണ്ട്, അവൻ ജനനം മുതൽ മുടന്തനാണ്, അവന് വളരെ വർഷങ്ങളായി കാണും അവിടെ ഇങ്ങനെ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നു. അപ്പോൾ അവനെ ആളുകൾക്ക് പരിചയമുണ്ട്. പോരെങ്കിൽ യഹൂദന്മാര് ദരിദ്രർക്ക് ഭിക്ഷ കൊടുക്കുന്നത് പുണ്യമാണ്, അതുകൊണ്ട് പാവമോചനം കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നവരാണ്. കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നാണല്ലോ. അതുകൊണ്ട് പതിവായിട്ട് ഇവന് ധർമ്മം കൊടുക്കുന്ന ആളുകൾ ഒക്കെയാണ് അവിടെ ഉള്ളത്. അവരോടിക്കൂടി ശലോമോൻ്റെ ആ മണ്ഡപത്തിലാണ് അപ്പോൾ പത്രോസും യോഹന്നാനും ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ ആ സ്ഥലത്താണ് പണ്ട് യേശുവും എന്ന് പ്രസംഗിച്ചത് എന്ന് യോഹന്നാൻ സുവിശേഷം 10:23 യേശു അവിടെ പ്രസംഗിച്ചപ്പോൾ സ്പഷ്ടമായിട്ട്, നീ പറയുക, നീയാണോ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവൻ എന്നൊക്കെ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു? നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ യഹൂദ പ്രമാണികൾ യേശുവിൻ്റെ അടുക്കൽ ഇതേ സ്ഥലത്ത് ശലോമോന്റെ മണ്ഡപത്തിൽ വന്ന്
നീ സ്പഷ്ടമായിട്ട് പറയുക, നീ ക്രിസ്തുവാണോ? അവർ വളഞ്ഞിട്ട് ചോദിക്കുകയാണ്. യേശു പറഞ്ഞു, ഞാൻ പലയാവർത്തി പറഞ്ഞു, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ, പിതാവ് എനിക്ക് തരുന്ന പ്രവൃത്തികൾ, ചെയ്യാൻ തന്ന പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, അത് തന്നെ അതിൻ്റെ സാക്ഷ്യമാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലല്ലാത്തതുകൊണ്ട് വിശ്വസിക്കുന്നില്ല. അപ്പോൾ യെരുശലേം ദേവാലയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആടുകൾ അല്ലാത്തവരാണ്. അതിൻ്റെ പുറത്തെ പ്രാകാരത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ഈ ശലോമോന്റെ മണ്ഡപത്തിൽ, അവിടെ ദൈവമക്കൾ അവിടെ കൂടി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലാണ് യോഹന്നാനും അപ്പോസ്തലനും ഇപ്പോൾ ഉള്ളത്. ആളുകൾ അവിടെ തടിച്ചുകൂടി ഇവരോട് ചോദിക്കുകയാണ്, ഇവരെ തുറച്ചു നോക്കുകയാണ്. അപ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്ന എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്നപോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ചു തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കൊലപാതകനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാവുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ ബലം പ്രാപിപ്പാൻ കാരണമായി അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുകയും ഈ ആരോഗ്യം വരുവാൻ ഹേതുവായിട്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ വിശ്വാസത്താലാണ് ഈ മനുഷ്യൻ ബലം പ്രാപിച്ച് നടക്കാനിടയായത് എന്ന് പത്രോസ് അവരോട് പറയുക. എന്ന് പറഞ്ഞാൽ പല ആളുകളും വിചാരിക്കുന്നത് പത്രോസ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവൻ നടന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല ഈ മുടന്തന്റെ വിശ്വാസം. അതാണ് പത്രോസോട് വ്യക്തമാക്കുന്നത്. അതായത് നാമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും വിചാരിക്കുന്ന നാമം എന്ന് പറഞ്ഞാൽ പേരെന്നാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിനൊരു ഭാഷയുണ്ട്. അതിൽ നാമം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പേരെന്നല്ല, ദൈവത്വമെന്നാണ്. നമ്മുടെ ചുറ്റുപാടൊക്കെ താമസിക്കുന്നവരോട് നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ അവർ പറയും, ദൈവത്തോട് പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. നാമം എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്ന് നമ്മുടെ ചുറ്റുമുള്ള അക്രൈസ്തവർക്കറിയാം. പക്ഷെ നമുക്കറിഞ്ഞുകൂടാ. നമ്മളിപ്പോഴും പേര് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ 10 കൽപ്പനയിൽ പറഞ്ഞു, എൻ്റെ നാമം വൃഥാ എടുക്കരുത്, എൻ്റെ നാമം വൃഥാ എടുക്കുന്നവന് ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുമ്പോൾ, സത്യവാചകം കേട്ടിട്ട് സത്യം ചെയ്യുമ്പോൾ കള്ളം പറയരുതെന്നാണ്. എന്താണ് സത്യവാചകം? യഹോവ ദൈവമാണെങ്കിൽ, അതാണ് നാമം. യഹോവ ദൈവമാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് കള്ളമ പറയുന്നെങ്കിൽ ശിക്ഷിക്കപ്പെടും. അപ്പോൾ നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വം. യഹോവ ദൈവം, ദൈവനാമത്തിൽ നീ സത്യം പറയുക. യേശുവിനോട് മഹാപുരോഹിതൻ പറഞ്ഞു, ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു, യഹോവ ദൈവമാണെങ്കിൽ നീ പറയുക. അതാണ് അതിൻ്റെ അർത്ഥം. ആഖാനോട് ദൈവത്തിന് മഹത്വം കൊടുക്കുക, യഹോവ ദൈവമാണെങ്കിൽ നീ സത്യം പറയുക, നീ എടുത്തോ. അങ്ങനെയാണ്. അപ്പോൾ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞാൽ യഹോവ ദൈവമാണെങ്കിൽ, അല്ലെങ്കിൽ യേശു ദൈവമാണ്. യഹോവ ആണല്ലോ യേശു ദൈവമാണെങ്കിൽ, അതാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം. അവനെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും എന്ന് പറഞ്ഞാൽ അവനെൻ്റെ ദൈവത്വം അറിയുക. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ യേശു പറഞ്ഞു, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തവരുടെ നടുവിൽ ഞാനുണ്ട്. എൻ്റെ ദൈവത്വം വിശ്വസിച്ച് എന്നെ ആരാധിക്കാൻ വരുന്നവരുടെ മധ്യേ ഞാനുണ്ടെന്നാണ്. ഫിലിപ്പിലേഖനം 2:6 യേശുക്രിസ്തുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോടെ ഭൂലോടെ അതോലോടെ മുഴങ്ങാൻ മടങ്ങും എന്ന് പറഞ്ഞാൽ യേശു ദൈവത്വം തെളിയിച്ചുകൊണ്ട് മടങ്ങി വരുമ്പോൾ ആളുകളുടെ മുഴങ്കാൽ മടങ്ങും. അതുപോലെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്തുന്നയാള്
പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും പറഞ്ഞാൽ ഏതോ ശക്തി വ്യാപരിക്കുമെന്നാണ് ആളുകളുടെ ധാരണ. അത് വളരെ ഉച്ചത്തിൽ അവർ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സത്യപ്രതിജ്ഞയാണ് സ്നാനം. വാസ്തവത്തിൽ അത് പറയേണ്ടത്, അല്ലെങ്കിൽ അത് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് സ്നാനപ്പെടുന്നയാളാണ്. കാരണം ഒരു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ചൊല്ലിക്കൊടുക്കുന്നയാളല്ല, ഏറ്റുചൊല്ലുന്നയാളാണ് അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സത്യപ്രതിജ്ഞ വിവാഹം കഴിക്കുമ്പോൾ വിവാഹിതർ ചെയ്യുന്നത് പോലെ സ്നാനപ്പെടുന്ന ആള് വേണം ആ സത്യപ്രതിജ്ഞ ചെയ്യാൻ. നമുക്ക് ചൊല്ലിക്കൊടുക്കാം, പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം സ്നാനപ്പെടുന്നയാൾക്കാണ്. എന്താണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ? പിതാവ് ദൈവമാണ്, പിതാവ് നമ്മെ സ്നേഹിച്ചു, രക്ഷാമാർഗം ഒരുക്കാൻ പ്രസാദിച്ചു. പുത്രൻ പിതാവിന് തുല്യം ദൈവമാണ്, ആ പുത്രൻ കൃപയാൽ നമുക്ക് വേണ്ടി മരിച്ചു, രക്ഷാമാർഗം ഒരുക്കി. പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും തുല്യം ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഈ കാര്യം നമ്മളെ അറിയിച്ച്, നമ്മളെ ശുദ്ധീകരിച്ച്, നമ്മുടെ ഉള്ളിൽ വന്ന് നമുക്ക് കൂട്ടായ്മ തരുന്നു. അപ്പോൾ പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, ഇത് തന്നെയാണല്ലോ ആശീർവാദത്തിലുള്ളത്. പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. ഇതാണ് സ്നാനപ്പെടുന്നയാൾ വിശ്വസിക്കേണ്ടത്. പിതാവ് ദൈവമെന്ന് വിശ്വസിക്കണം, പുത്രൻ ദൈവമെന്ന് വിശ്വസിക്കണം, പരിശുദ്ധാത്മാവ് ദൈവമെന്ന് വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ഏകദൈവം, തുല്യ സാരാംശമുള്ള മൂന്നാളത്വങ്ങൾ. പിതാവിൻ്റെ ശുശ്രൂഷ, പിതാവ് സ്നേഹിച്ചു. പുത്രൻ്റെ ശുശ്രൂഷ, പുത്രൻ കൃപയാൽ മരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ നമ്മിൽ വന്ന് നമുക്ക് കൂട്ടായ്മ തരുന്നു. അപ്പോൾ ഇത് സമ്മതിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, ആ ദൈവത്തെ ഞാൻ അനുസരിച്ച് മരണം വരെ ജീവിക്കും എന്നുള്ള സത്യപ്രതിജ്ഞയാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ വിശ്വാസം എന്ന് പറയുന്നത്, യേശുക്രിസ്തു ദൈവമാണ്, യേശു ഇപ്പോഴും ജീവിക്കുന്നു, അവൻ സർവ്വവ്യാപിയായ സർവശക്തനായ ദൈവമാണെന്ന് ഈ മുടന്തൻ വിശ്വസിച്ചു. ആ വിശ്വാസത്താലാണ് അവന് സൗഖ്യം ഉണ്ടായത്. പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങളുടെ സ്വന്തം ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ ഇങ്ങനെ ഉണ്ടായി എന്ന് ഞങ്ങളെ എന്തിനാ തുറിച്ച് നോക്കുന്നത്? യേശുവിനെ നിങ്ങൾ കുരിശിച്ചു, ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അതിവൻ വിശ്വസിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമം, യേശു ദൈവമാണ്, അതവൻ വിശ്വസിച്ചു. നമുക്കായി മരിച്ചു, അതവൻ വിശ്വസിച്ചു. ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തു, സർവ്വവ്യാപിയായി ജീവിക്കുന്നു എന്നവൻ വിശ്വസിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ മുടന്തു മാറി, അവന് സൗഖ്യമായി. ഇതാണ് പത്രോസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു, നമുക്കായി മരിച്ചവൻ ഉയർത്തി ജീവിക്കുന്നു, അതാണ് നാം വിശ്വസിക്കേണ്ടത്. ഇന്ന് യേശുവിന് ശക്തിയുണ്ട്, അതാണ് വിശ്വസിക്കേണ്ടത്. ആ ബലഹീന മനുഷ്യൻ, ആ മുടന്തൻ, യേശുവിന് ശക്തിയുണ്ട്, യേശു അദൃശ്യനാണ്, യേശു ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് അവന് നടന്ന് തുല്യ ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.